ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് യന്ത്രങ്ങൾ. ഒരു ചിത്രത്തെ പ്ലേറ്റ് പോലുള്ള ഇമേജ് കാരിയറുകളിൽ നിന്നും പേപ്പർ പോലുള്ള വസ്തുക്കളുടെ പ്രതലങ്ങളിലേക്ക് പകർത്തുന്ന ഒരു യന്ത്രമാണ് പ്രിന്റിംഗ് പ്രസ്. ഓഫ്സെറ്റ് പ്രസ്സുകൾ വ്യത്യസ്ത മാനദണ്ഡങ്ങൾക്കനുസരിച്ച് തരംതിരിച്ചിരിക്കുന്നു. ഡ്യൂപ്ലിക്കേറ്ററുകളും പ്രസ്സുകളും. അച്ചടിക്കുന്ന ഷീറ്റുകളുടെ വലിപ്പം അനുസരിച്ച് പ്രസ്സുകളെ ഓഫ്സെറ്റ് ഡ്യൂപ്ലിക്കേറ്ററുകൾ, ഓഫ്സെറ്റ് പ്രസ്സുകൾ എന്നിങ്ങനെ തരംതിരിച്ചിരിക്കുന്നു. പരമാവധി ഷീറ്റ് അളവ് 11 ഇഞ്ച് നീളവും 17 ഇഞ്ച് വീതിയും വരെ അച്ചടിക്കുന്ന ചെറിയ ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് പ്രസ്സുകളെ ഓഫ്സെറ്റ് ഡ്യൂപ്ലിക്കേറ്ററുകൾ എന്ന് തരംതിരിച്ചിരിക്കുന്നു. പതിനൊന്ന് ഇഞ്ച് നീളവും 17 ഇഞ്ച് വീതിയിലും കൂടുതൽ വലിപ്പമുള്ള ഷീറ്റുകളെ അച്ചടിക്കുന്ന വലിയ പ്രസ്സുകളെ ഓഫ്സെറ്റ് പ്രസ്സുകൾ എന്ന് വിളിക്കുന്നു. ഷീറ്റ് ഫെഡ് പ്രസ്സുകൾ. പേപ്പറിനെ ഓരോരോ ഷീറ്റായി അച്ചടിക്കുന്ന ഓഫ്സെറ്റ് പ്രസ്സുകളെ ഷീറ്റ് ഫെഡ് പ്രസ്സുകൾ എന്ന് വിളിക്കുന്നു. ഇത്തരം പ്രസ്സുകൾ ഫീഡിംഗ് ടേബിളിൽ നിന്നും പേപ്പറുകളെ ഓരോന്നായി എടുത്ത് ഓരോന്നായി അച്ചടി യൂണിറ്റിന് കൈമാറുന്നു. വെബ് ഫെഡ് പ്രസ്. റോളുകളായിട്ടുള്ള പേപ്പർ അച്ചടിക്കുന്ന പ്രസ്സുകളെ വെബ് ഫെഡ് ഓഫ്സെറ്റ് അല്ലെങ്കിൽ വെബ് ഓഫ്സെറ്റ് എന്ന് തരംതിരിച്ചിരിക്കുന്നു. മൾട്ടി കളർ പ്രസ്സുകൾ. പേപ്പർ ഒരു തവണ പ്രസ്സുകളിൽ ഫീഡ് ചെയ്യുമ്പോൾ തന്നെ ഒന്നിൽ കൂടുതൽ നിറങ്ങൾ അച്ചടിക്കാൻ കഴിയുന്ന പ്രസ്സുകൾ മൾട്ടി കളർ പ്രസ്സുകൾ എന്ന് വിളിക്കുന്നു. പെർഫെക്റ്റിംഗ് പ്രസ്സുകൾ. ഒരേ സമയം പേപ്പറിന്റെ ഇരുവശങ്ങളിലും അച്ചടിക്കുന്ന പ്രസ്സുകളെ പെർഫെക്റ്റിംഗ് പ്രസ്സുകൾ എന്ന് വിളിക്കുന്നു. ഇത്തരം പ്രസ്സുകളിൽ ഒരു വശത്ത് അച്ചടിച്ച കടലാസിനെ ട്രാൻസ്ഫർ ഡ്രമ്മിന്റെ സഹായത്തോടുകൂടി തിരിച്ച് അടുത്ത യൂണിറ്റിലേക്ക് കടത്തിവിടുന്നു. ഇവിടെ കടലാസിന്റെ മറുവശത്ത് അച്ചടിക്കുന്നു. വാട്ടർലെസ് ഓഫ്സെറ്റ് പ്രസ്. ഡാമ്പനിങ് സംവിധാനം ഇല്ലാത്ത ഓഫ്സെറ്റ് പ്രസ്സുകൾ ആണ് ഇവ. ഇവിടെ പ്ലേറ്റിലെ നോൺ ഇമേജ് ഭാഗത്ത് മഷിയെ തിരസ്കരിക്കുന്നതിന് പ്ലേറ്റുകളുടെ പ്രതലത്തിൽ ഒരു സിലിക്കൺ പാളി അടങ്ങിയിരിക്കുന്നു. ഡിജിറ്റൽ ഓഫ്സെറ്റ് പ്രസ്സുകൾ. ഡിജിറ്റൽ ഓഫ്സെറ്റ് പ്രസ്സുകൾ ഡയറക്റ്റ് ഇമേജിംഗ് പ്ലേറ്റുകളാണ് ഉപയോഗിക്കുന്നത്. ഇത്തരം പ്രസ്സുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിജിറ്റൽ പ്ലേറ്റുകളിൽ നിന്നും കമ്പ്യൂട്ടർ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ലേസർ ഡ്രൈവിന്റെ സഹായത്തോടെ താൽക്കാലിക ഇമേജുകളെ സൃഷ്ടിച്ച് കടലാസുകളിലേക്ക് പകർത്തുന്നു. ഒരു ഓഫ്സെറ്റ് പ്രസിന്റെ പ്രവർത്തന തത്വം. ഓഫ്സെറ്റ് ഒരു പ്ലാനോഗ്രാഫിക് അച്ചടി രീതിയാണ്. ഇമേജ് കാരിയറായ പ്ലേറ്റിൽ ഒരേ പ്രതലത്തിലുള്ള ഇമേജ് ഏരിയയും നോൺ ഇമേജ് ഏരിയയും എണ്ണമയമുള്ള മഷി, വെള്ളം കലർന്ന ഡാമ്പനിങ് ലായനി എന്നിവയുടെ പ്രവർത്തനത്താൽ വേർതിരിച്ച് നടക്കുന്ന ഒരു അച്ചടി രീതിയാണ് ഓഫ്സെറ്റ്. ലിത്തോഗ്രാഫിക് അച്ചടി. 1798 അലോയിസ് സെനിഫിൽഡർ എന്ന ജർമ്മൻകാരനാണ് ഈ അച്ചടി രീതി കണ്ടുപിടിച്ചത്. ഈ പ്രക്രിയ എണ്ണയും വെള്ളവും പരസ്പരം തിരസ്കരിക്കുന്നു എന്ന തത്വത്തെ അടിസ്ഥാനമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. പ്ലേറ്റിലെ ഇമേജ് ഏരിയ എണ്ണയെ ആകർഷിക്കുന്നു. ഒലിയോഫിലിക് സ്വഭാവമുള്ളതാണത്. അച്ചടി മഷിയിലെ എണ്ണയുടെ അംശമുണ്ടായിരിക്കും. അതിനാൽ മഷി ഇമേജ് ഏരിയയിൽ പറ്റിപ്പിടിക്കുന്നു. പ്ലേറ്റിലെ നോൺ ഇമേജ് ഭാഗങ്ങൾക്ക് ഹൈഡ്രോഫിലിക് സ്വഭാവമാണ്. ഇത് വെള്ളത്തെ ആകർഷിക്കുകയും എണ്ണയെ പുറംതള്ളുകയും ചെയ്യുന്നു. ഡാമ്പനിങ് ലായനിയിൽ അടങ്ങിയിരിക്കുന്ന വെള്ളം പ്ലേറ്റിന്റെ നോൺ ഇമേജ് ഭാഗങ്ങളിൽ പറ്റുകയും മഷി പിടിക്കുന്നതിൽ നിന്നും ആ ഭാഗത്തെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ലിത്തോഗ്രാഫിക് അച്ചടി ഇമേജ് കാരിയറിൽ നിന്നും പേപ്പറുകളിലേക്ക് നേരിട്ട് മഷിയെ പകർത്തുന്നു. ഓഫ്സെറ്റ് ലിത്തോഗ്രാഫിക് അച്ചടി.
1903 ന്യൂജേഴ്സിയിൽ നിന്നുമുള്ള ഇറ വാഷിംഗ്ടൺ റുബലാണ് ഓഫ്സെറ്റ് ഡിസൈൻ വികസിപ്പിച്ചെടുത്തത്. പ്ലേറ്റ്, ബ്ലാങ്കറ്റ്, ഇംപ്രഷൻ എന്നീ 3 സിലിണ്ടറുകളുടെ സഹായത്തോടുകൂടിയാണ് ഓഫ്സെറ്റ് അച്ചടി പ്രവർത്തിക്കുന്നത്. പ്ലേറ്റിലെ മഷി പുരണ്ട ഇമേജ് ഏരിയയിലെ ഇമേജിനെ റബ്ബർ പൊതിഞ്ഞ ബ്ലാങ്കറ്റ് സിലിണ്ടറിലേക്ക് മാറ്റുന്നു. ഈ ബ്ലാങ്കറ്റ് സിലിണ്ടറിലുള്ള ഇമേജ് ഇംപ്രഷൻ സിലിണ്ടറിന്റെ സഹായത്തോടെ അവയുടെ ഇടയിലൂടെ കടന്നു പോകുന്ന പേപ്പറിൽ എത്തിക്കുന്നു. ഇതാണ് ഒരു ഓഫ്സെറ്റ് പ്രസിന്റെ പ്രവർത്തന രീതി. ലിത്തോഗ്രഫിയും ഓഫ്സെറ്റ് ലിത്തോഗ്രഫിയും തമ്മിലുള്ള വ്യത്യാസം. ഇവ രണ്ടും പ്ലാനോഗ്രഫിക് അച്ചടി രീതിയാണ്. എണ്ണയും വെള്ളവും കൂടിക്കലരില്ല എന്ന തത്വത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന അച്ചടിയാണ്. ലിത്തോഗ്രഫിക് അച്ചടിയിൽ മഷിയും വെള്ളവും പുരണ്ട ഇമേജ് കാരിയറിൽ നിന്നും കടലാസിലേക്ക് ഇമേജിനെ നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇമേജ് കാരിയറിലെ മഷിയോടൊപ്പം വെള്ളവും കടലാസിലേക്ക് പറ്റിപ്പിടിക്കുകയും ഇത് കടലാസിനെ ദുർബലപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ഓഫ്സെറ്റ് ലിത്തോഗ്രഫിക് അച്ചടിയിൽ മഷിയെ ഇമേജ് കാരിയറിൽ നിന്നും ആദ്യം റബ്ബർ ബ്ലാങ്കറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഈ റബ്ബർ ബ്ലാങ്കറ്റിൽ നിന്നുമാണ് കടലാസിലേക്ക് ഇമേജ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതിനാൽ കടലാസ് വെള്ളം പതിയുന്നതിൽ നിന്നും സംരക്ഷിക്കപ്പെടുകയും മികച്ച ഗുണനിലവാരമുള്ള അച്ചടി സാധ്യമാവുകയും ചെയ്യുന്നു. പ്രിയമുള്ള GDPT വിദ്യാർത്ഥികളെ, 2ാം വർഷത്തെ 2ാമത്തെ യൂണിറ്റിൽ ഷീറ്റ് ഫെഡ് പ്രസ് ഓഫ്സെറ്റ് മെഷീനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഇയറിലെ ലാസ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾ ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് മെഷീനെ കുറിച്ച് അതിൻ്റെ 4 യൂണിറ്റുകളെ കുറിച്ചും പരിചയപ്പെടുകയുണ്ടായിട്ടുണ്ട്. ഈ യൂണിറ്റിൽ നമ്മൾ ഈ 4 യൂണിറ്റുകളെ കുറിച്ച് വിശദമായി പഠിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പരിചയപ്പെടുന്നത് ഫീഡിംഗ് യൂണിറ്റിനെ കുറിച്ചാണ്. ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് മെഷീൻ നിങ്ങൾ OJTക്ക് പോയപ്പോഴും നിങ്ങളുടെ സ്കൂളിലും പരിചയപ്പെട്ട ഒരു മെഷീനാണ്. അതിൻ്റെ 4 യൂണിറ്റുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചു. 1ാമത്തെ യൂണിറ്റ് ഫീഡിംഗ് യൂണിറ്റും, 2ാമത്തെ യൂണിറ്റ് രജിസ്ട്രേഷൻ യൂണിറ്റും, 3ാമത്തെ യൂണിറ്റ് പ്രിന്റിംഗ് യൂണിറ്റും, ലാസ്റ്റ് യൂണിറ്റ് ഡെലിവറി യൂണിറ്റുമാണ്. എന്തിനാണ് ഫീഡിംഗ് യൂണിറ്റ്? ദ ഫീഡിംഗ് സിസ്റ്റം ഈസ് എ മെക്കാനിസം ദാറ്റ് സെൻസ് ദ സബ്സ്ട്രേറ്റ് ഇൻ ടു ദ പ്രസ്. അച്ചടിക്കാനുള്ള പേപ്പറിനെ പ്രസ്സിലേക്ക് കടത്തിവിടാനുള്ള ഒരു മെക്കാനിസമാണ് ഫീഡിംഗ് യൂണിറ്റ്. This unit separate the top sheet from the infeed pile, pick it up and deliver it to the registration unit. അതിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് അച്ചടിക്കാനുള്ള പേപ്പറിനെ സ്റ്റോർ ചെയ്ത് വെക്കാനും അതിന്റെ ഏറ്റവും മുകളിലുള്ള ഒരു ഷീറ്റിനെ രജിസ്ട്രേഷൻ യൂണിറ്റിലേക്ക് കടത്തിവിടാനുമാണ്. ഒരു പ്രിന്റിംഗ് മെഷീനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണ് അതിന്റെ ഫീഡിംഗ് എന്ന് പറയുന്നത്. പലപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് പ്രിന്റ് ചെയ്ത് പോകേണ്ടപ്പോൾ ഈ ഫീഡിങ്ങിലെ എന്തെങ്കിലും ചെറിയ ചെറിയ തടസ്സങ്ങൾ ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള അതിന്റെ പ്രിന്റിംഗ് പ്രോസസ്സിന് തടസ്സമാകാറുണ്ട്. ഇത് ഒരുപാട് വേസ്റ്റേജ് ഉണ്ടാക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ഫീഡിംഗ് സിസ്റ്റം പ്രോപ്പറായി സെറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ മെഷീനെ കണ്ടിന്യൂസ് ആയി റൺ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. പ്രധാനമായും 2 തരത്തിലുള്ള ഫീഡിംഗ് സിസ്റ്റമാണുള്ളത്. സക്സസീവ് ഓർ സിംഗിൾ ഷീറ്റ് ഫീഡിംഗ് സിസ്റ്റവും കണ്ടിന്യൂസ് ഓർ സ്ട്രീം ഫീഡിംഗ് സിസ്റ്റവും. എന്താണ് സക്സസീവ് ഫീഡിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത? ദ ഫീഡർ യൂണിറ്റ് പിക്സ് അപ്പ് 1 ഷീറ്റ് ഈച്ച് ടൈം ഇൻ ദ പ്രിന്റിംഗ് യൂണിറ്റ് പ്രിന്റ്സ് 1 ഷീറ്റ്. അച്ചടിക്കുന്ന സമയത്ത് ഒരു ഷീറ്റ് പ്രിന്റ് ചെയ്തതിനു ശേഷമാണ് അടുത്ത ഒരു ഷീറ്റ് കടത്തിവിടുന്ന തരത്തിലേക്ക് നമ്മുടെ ഈ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നത്. മറിച്ച് ഇൻ കണ്ടിന്യൂസ് ഓർ സ്ട്രീം ഫീഡിംഗ് സിസ്റ്റം രജിസ്ട്രേഷൻ യൂണിറ്റിൽ ഒന്നിന് മുകളിൽ ഒന്നായി പേപ്പറിനെ ഓവർലാപ്പ് ചെയ്തിരിക്കും. ഇത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആണെന്ന് പറയപ്പെടുന്നു. നമുക്കിവിടെ കാണാം, ചിത്രത്തിൽ കാണാം. നമ്മൾ ആദ്യം പറഞ്ഞ സിംഗിൾ ഷീറ്റ് ഫീഡിങ്ങിൽ രജിസ്ട്രേഷൻ ബോർഡിൽ ഒരു സമയം ഒരു ഷീറ്റ് പേപ്പർ മാത്രമേ ഉള്ളൂ. അതേസമയം സ്ട്രീം ഫീഡിങ്ങിൽ
ഒന്നിനു മുകളിൽ ഒന്നായി പേപ്പർ ഓവർലാപ്പ് ചെയ്ത് രജിസ്ട്രേഷൻ ബോർഡിൽ ഇരിക്കുന്ന നമ്മൾ കാണാം. സാധാരണയായി നമ്മുടെ HMD മെഷീനിലൊക്കെ ഫോളോ ചെയ്യുന്നത് സ്ട്രീം ഫീഡിംഗ് സിസ്റ്റമാണ്. എന്തൊക്കെയാണ് ഫീഡിംഗ് യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് നമുക്ക് പരിചയപ്പെടാം. ഒന്നാമത്തെ പാർട്ടായിട്ട് നമ്മൾ പറയുന്നത് പൈൽ ബോർഡാണ്. നിങ്ങളുടെ ലാബിലുള്ള മെഷീൻ പരിശോധിച്ചാൽ കാണാം, HMD മെഷീന്റെ ഒരു ഫോട്ടോയാണിത്. ഇതിന്റെ ഫീഡിംഗ് സിസ്റ്റത്തിൽ ഒരു വലിയ ടേബിൾ പോലൊരു ഭാഗം നിങ്ങൾക്ക് കാണാം. ഇവിടെയാണ് നമ്മൾ പേപ്പർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ 5000 കോപ്പി അച്ചടിക്കാനുള്ള ഒരു വർക്കാണെങ്കിൽ 5000 കോപ്പികളുള്ള പേപ്പറും അതിന്റെ വേസ്റ്റും കൂടി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് പൈൽ ബോർഡ് എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ പ്ലാറ്റ്ഫോം ഇൻ ദ ഫീഡർ ഓഫ് എ ഷീറ്റ് ഫെഡ് പ്രസ് ഓൺ വിച്ച് പൈൽ ഓഫ് പേപ്പർ സിറ്റ്സ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗം പൈൽ ഹൈറ്റ് ഗവർണർ. The device used to control the speed of elevation of the pile table. നമ്മൾ മുമ്പേ പറഞ്ഞു ഒരു 5000 കോപ്പിയുള്ള ഒരു വർക്കാണ് അച്ചടിക്കുന്നതെങ്കിൽ 5000 ഷീറ്റ് നമ്മളിങ്ങനെ അടുക്കി വെക്കും. അപ്പോൾ ഏറ്റവും മുകളിലിരിക്കുന്ന കുറച്ച് പേപ്പർ അകത്തേക്ക് കടത്തി വിടുമ്പോൾ സ്വാഭാവികമായും ആ പൈലിന്റെ ഹൈറ്റ് കുറയും. ആ സമയത്ത് സക്കേഴ്സിന് പേപ്പറിനെ എടുക്കാൻ തക്ക ഭാഗത്തിൽ മെഷീന്റെ ഫീഡിംഗ് ടേബിള് ഉയർന്നുയർന്നു വരണം. അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള സംവിധാനമാണ് പൈൽ ഹൈറ്റ് ഗവർണർ എന്ന് പറയുന്നത്. സ്വാഭാവികമായി നമുക്കറിയാം, അതിങ്ങനെ ഒന്നിന് മുകളിൽ ഒന്ന് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സമയത്ത് പൈൽ ഹൈറ്റ് ഇങ്ങനെ ഉയർന്നു കൊടുക്കുന്ന കാണാം. നിങ്ങൾ OJTക്ക് പോയപ്പോൾ ഒരുപക്ഷെ പരിചയപ്പെട്ടിട്ടുണ്ടാവും. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് വഹിക്കുന്ന ഒരാളാണ് സക്കേഴ്സ് എന്ന് പറയുന്നത്. സക്കർ എന്ന് പറയുന്നത് നമ്മളുടെ ഓഫ്സെറ്റ് മെഷീന്റെ ആ ഫീഡിംഗ് യൂണിറ്റിൽ നിങ്ങൾക്ക് കാണാം, ഒരു റബ്ബർ ബേസ്ഡ് ഫുട്ടുള്ള ഒരു പാർട്ടാണ് സക്കേഴ്സ് എന്ന് പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ടു പിക്ക് അപ്പ് ഇൻഡിവിജ്വൽ ഷീറ്റ്സ് ആൻഡ് പ്ലേസ് ദം ഇൻ ടു ദ രജിസ്ട്രേഷൻ യൂണിറ്റ്. ഓരോ ഷീറ്റിനെ ഉയർത്തിയെടുക്കാനുള്ള ജോലിയാണ് സക്കേഴ്സ് ചെയ്യുന്നത്. ഇതിന് സഹായകരമായി എയർ വാക്വം ഉപയോഗിക്കുന്നുണ്ട്. ആ വാക്വം ഉപയോഗിച്ചിട്ടാണ് ഈ പേപ്പറുകളെ ഈ സക്കേഴ്സ് ഉയർത്തിയെടുക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു, ഏറ്റവും മുകളിലുള്ള ഒരു ഷീറ്റിനെ കടത്തിവിടാൻ വേണ്ടിയിട്ടാണ് ഫീഡിംഗ് യൂണിറ്റ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ആ ഏറ്റവും മുകളിലുള്ള ഒരു ഷീറ്റിനെ ഉയർത്തിയെടുക്കുന്നവരാണ് സക്കേഴ്സ് എന്ന് പറയുന്നത്. പ്രധാനമായും 2 തരത്തിലുള്ള സക്കേഴ്സ് മെഷീനിൽ കാണാറുണ്ട്. ചില മെഷീനിൽ ഈ പേപ്പറിനെ ഉയർത്തുന്ന സക്കറുകൾ തന്നെയാണ് അവയെ രജിസ്ട്രേഷൻ യൂണിറ്റിലേക്ക് കടത്തിവിടുന്നതെങ്കിൽ, മറ്റു ചില മെഷീനിൽ ഉയർത്താനായിട്ട് ഒരു തരം സക്കേഴ്സും അവയെ കയർത്തി വിടാൻ വേണ്ടി മറ്റൊരു തരം സക്കേഴ്സുമാണ് ഉപയോഗിക്കുക. അപ്പോൾ ലിഫ്റ്റിംഗ് സക്കേഴ്സ്, ഫോർവേഡിംഗ് സക്കേഴ്സ്. ചില മെഷീനിൽ ഇവ രണ്ടും രണ്ട് ജോലികളും ചെയ്യണത് ഒരു തരം സക്കേഴ്സുകൾ മാത്രമായിരിക്കും. നമ്മുടെ HMD മെഷീനിലൊക്കെ ഇത്തരത്തിലുള്ള സക്കറാണ്, 2 ജോലിയും ഇവർ തന്നെയാണ് ചെയ്യണത്. ചില മെഷീനിലൊക്കെ ഒരു സക്കർ പേപ്പറിനെ ഉയർത്തിയെടുക്കുമ്പോൾ ഒരു സെറ്റ് ഓഫ് സക്കേഴ്സ് ആണ് അവയെ മുന്നോട്ടേക്ക് രജിസ്ട്രേഷൻ യൂണിറ്റിലേക്ക് കടത്തിവിടുന്നത്. ഷീറ്റ് സെപ്പറേറ്റർ ഫിംഗേഴ്സ്. Sheet separator fingers, they are springy steel fingers extending over the lead edge of pile of paper in the feeder. അപ്പോൾ ആ പേപ്പറിനെ വേർതിരിച്ച് കടത്തിവിടുന്ന സമയത്ത് ശക്തിയായിട്ടുള്ള എയർ ബ്ലോവർ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന എയർ ബ്ലോവറിനെ കുറിച്ചാണ്. ശക്തമായ കാറ്റ് അതിലേക്ക് കടത്തിവിടുമ്പോഴാണ് ഈ സക്കേഴ്സ് അവയെ ഉയർത്തിയെടുക്കുന്നത്. അപ്പൊ അങ്ങനെ കടത്തിവിടുമ്പോൾ അവയെ ഒരു കൺട്രോൾ, അവരുടെ മേലൊരു കൺട്രോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഫിംഗേഴ്സ് ഇവിടെ ഉപയോഗിക്കാറുണ്ട്. നിങ്ങളുടെ HMD മെഷീനിലെ തന്നെ ആ ഫിംഗറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ബ്ലോവേഴ്സ്. നമ്മൾ അടങ്ങിയിരിക്കുന്ന പേപ്പറുകളിൽ നിന്നും ഏറ്റവും മുകളിലുള്ള കുറെ പേപ്പറുകളെ ഫ്ലോട്ട് ചെയ്യിക്കാൻ വേണ്ടി, അവയെ വേർതിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് എയർ കൊടുക്കുന്ന ബ്ലോവേഴ്സ് ആണ് ഇവര്. ഷീറ്റ് സെപ്പറേഷൻ ബ്ലോവേഴ്സ്. They are air producing device that separate the topmost sheet from the rest of the pile in the feeding system. ആ ഏറ്റവും മുകളിലുള്ള കുറേയേറെ പേപ്പറുകളെ മറ്റ് പേപ്പറുകളിൽ നിന്നും വേർതിരിച്ചെടുത്ത് അവയെ ഫ്ലോട്ട് ചെയ്യിച്ചിട്ടാണ് നമ്മുടെ സക്കേഴ്സ് ഉയർത്തിയെടുക്കുന്നത്.
അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു സക്കേഴ്സിന് വാക്കുമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടെ എയർ ബ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. എയർ ബ്ലോ ചെയ്യുന്ന സമയത്ത് പേപ്പറുകൾ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ആ സെപ്പറേറ്റ് ചെയ്യുന്നതിൽ നിന്നും ഏറ്റവും മുകളിലുള്ള ഷീറ്റിനെയാണ് സക്കേഴ്സ് ഉയർത്തിയെടുത്ത് രജിസ്ട്രേഷൻ യൂണിറ്റിലേക്ക് കടത്തിവിടുന്നത്. ഇവയാണ് പ്രധാനപ്പെട്ട ഫീഡിംഗ് യൂണിറ്റിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പൊ നമ്മൾ ഇവയെക്കുറിച്ച് പരിചയപ്പെട്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ. പേപ്പറുകളെ ഒന്നിൽ കൂടുതൽ കടന്നു പോകാതിരിക്കാൻ തക്ക രീതിയിൽ വേർതിരിച്ചെടുക്കുക എന്ന് പറയുന്നത് വലിയൊരു ഉദ്യമമാണ്. അങ്ങനെ പേപ്പറിനെ എയർ കൊടുത്താണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. എയർ കൊടുത്ത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അവയുടെ വെയിറ്റിനനുസരിച്ച്, അതായത് അച്ചടിക്കാനുള്ള പേപ്പറിന്റെ വെയിറ്റിനനുസരിച്ചാണ് പേപ്പറുകൾക്ക് വേണ്ട എയർ കൊടുക്കുക. കട്ടി കൂടിയ പേപ്പർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ശക്തമായ രീതിയിലുള്ള എയർ ബ്ലോ ചെയ്യണം. കനം കുറഞ്ഞ പേപ്പറുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ വളരെ കനം കുറഞ്ഞ തരത്തിലുള്ള ബ്ലോവേഴ്സ് ആയിരിക്കണം, എയർ ആയിരിക്കണം അവിടെ ആപ്ലിക്കബിൾ ആയിരിക്കുക. ഇവയാണ് ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് മെഷീന്റെ പ്രധാനപ്പെട്ട ഫീഡിംഗ് യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. താങ്ക് യു. രജിസ്ട്രേഷൻ യൂണിറ്റ് ഒരു ഷീറ്റ് ഫെഡ് ഓഫ്സെറ്റ് മെഷീന്റെ 2ാമത്തെ യൂണിറ്റാണിത്. ഇത് പ്രധാനമായും പ്രിന്റ് ചെയ്യുന്ന പേപ്പറിന്റെ രജിസ്ട്രേഷൻ കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഫങ്ഷൻസ് ഓഫ് രജിസ്ട്രേഷൻ യൂണിറ്റ്. Registration is the process of controlling and directing the sheets as it enters the printing unit and to ensure absolute consistency of image position. അതായത് ഒരു ഷീറ്റ് പ്രിന്റ് ചെയ്യുമ്പോൾ അതിലെ ഇമേജിന്റെ പൊസിഷൻ കറക്റ്റ് ആക്കാൻ ഉള്ള എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ് രജിസ്ട്രേഷൻ യൂണിറ്റിന്റെ ധർമ്മം. പാർട്സ് ഓഫ് രജിസ്ട്രേഷൻ യൂണിറ്റ്. രജിസ്ട്രേഷൻ യൂണിറ്റിൽ എന്തൊക്കെ ഭാഗങ്ങളാണോ എന്നുള്ളത് നോക്കാം. 1ാമത്തെ ഡബിൾ ഷീറ്റ് ഡിറ്റക്ടർ, 2ാമത്തെ രജിസ്ട്രേഷൻ ബോർഡ്, ഫ്രണ്ട് ലേ, സൈഡ് ലേ, കൺവെയർ ടേപ്പ്, റണ്ണിംഗ് ഇൻ വീൽസ്. ഇവയെ ഓരോന്നിന്റെയും ഫങ്ഷൻസ് എന്താണെന്നും കൂടി നമുക്ക് നോക്കാം. 1ാമത്തെ ഡബിൾ ഷീറ്റ് ഡിറ്റക്ടർ ആണ്. ഡബിൾ ഷീറ്റ് ഡിറ്റക്ടർ എന്ന് പറയുന്നത് പേരുകൊണ്ട് തന്നെ അറിയാം, ഡബിൾ ഷീറ്റ്, അതായത് ഒന്നിലധികം ഷീറ്റുകൾ കടന്നു പോവുകയാണെങ്കിൽ ആ മെഷീനിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് സ്റ്റക്കാക്കുകയോ ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഡബിൾ ഷീറ്റ് ഡിറ്റക്ടർ. അതായത് ഒന്നിലധികം ഷീറ്റുകൾ കടന്നു പോവുകയാണെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപകരണം. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടെത്തുക എന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ ഒരു ഷീറ്റിന്റെ തിക്നെസ് മൾട്ടിപ്പിൾ ഷീറ്റ് ആയി കഴിഞ്ഞാൽ തിക്നെസ് കൂടും. അപ്പോൾ അതവിടെ ആ ഷീറ്റ് അല്ലെങ്കിൽ ആ പ്രോസസ് അല്ലെങ്കിൽ ആ പ്രിന്റിംഗ് അവിടെ സ്റ്റക്കാക്കാൻ ഉപകരിക്കുന്നതാണ് ഈ ഡബിൾ ഷീറ്റ് ഡിറ്റക്ടർ. രജിസ്ട്രേഷൻ ബോർഡ്. രജിസ്ട്രേഷൻ ബോർഡ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് പേപ്പർ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ചിത്രത്തിൽ കണ്ടാൽ മനസ്സിലാവും. അതായത് ആ ഫീഡ് ബോർഡ് ടേബിൾ പോലെ, അതായത് ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി പേപ്പർ ലെവലായി കടന്നു പോവുകയാണ് ചെയ്യുന്നത്. ആ ലെവലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ രജിസ്ട്രേഷൻ ബോർഡ് കൃത്യമായി ഇരിക്കുന്നത്. അടുത്ത് ഫ്രണ്ട് ലേയും സൈഡ് ലേയും ആണ്. ഫ്രണ്ട് ലേ എന്ന് പറഞ്ഞാൽ ഒരു മെറ്റൽ ടാബാണ്. അത് ഈ ഫീഡ് ബോർഡ് ടേബിളിന്റെ ഏറ്റവും ഫ്രണ്ട് അറ്റത്തായി സ്റ്റോപ്പ് വന്ന് പേപ്പർ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ആ സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ കറക്റ്റ് പൊസിഷനിലേക്ക് പ്രിന്റിങ്ങിലേക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ. ആ ഫ്രണ്ട് സ്റ്റോപ്പ് വന്ന് നിൽക്കുമ്പോൾ തന്നെ സൈഡ് അഡ്ജസ്റ്റ്മെന്റിനാണ് സൈഡ് ലേ ഉപയോഗിക്കുന്നത്. ഇത് സൈഡ് ലേ 2 ടൈപ്പ് ഉണ്ട്, പുഷ് ടൈപ്പും പുൾ ടൈപ്പ്. കൺവെയർ ബെൽറ്റ്സ്. ഇതൊരു എൻഡ്ലെസ് ബെൽറ്റ് ആണ്. അതായത് അതിനൊരു അന്തമില്ല, ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക. പേപ്പറിനെ ക്യാരി ചെയ്ത് ഫ്രണ്ട് ലേയിലെ ഹെഡ് സ്റ്റോപ്പിൽ കൊണ്ട് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ കൺവെയർ ബെൽറ്റ് കറങ്ങിക്കൊണ്ടിരുന്നത്. ആ കൺവെയർ ബെൽറ്റിന്റെ മുകളിൽ കൂടി റണ്ണിംഗ് ഇൻ വീൽസ് ഉണ്ട്. ആ റണ്ണിംഗ് ഇൻ വീൽസ് കറങ്ങുന്നതനുസരിച്ച് പേപ്പർ കറക്റ്റ് കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ റണ്ണിംഗ് ഇൻ വീൽസ് എന്ന് പറയുന്നത് കറങ്ങുകയാണ്, ചെറിയ വീലുകളാണ്. അപ്പൊ അത് സക്കേഴ്സ് പൊക്കിയെടുത്ത ഷീറ്റിനെ ഈ രജിസ്ട്രേഷൻ ബോർഡിൽ കൂടി കടത്തിക്കൊണ്ട് പോകാനാണ് ഇത് രണ്ടും ഉപയോഗിക്കുന്നത്.
പ്രസ് രജിസ്റ്റർ മെത്തേഡ്. അതായത് രജിസ്ട്രേഷൻ ടേബിള് ഒരു ഷീറ്റിനെ കൊണ്ടുവരുന്നുണ്ടാവും. ആ ഷീറ്റ് എങ്ങനെയൊക്കെ കറക്റ്റ് പൊസിഷനിൽ ഇംപ്രഷൻ സിലിണ്ടറിലേക്ക് എത്തിക്കും. ഇംപ്രഷൻ സിലിണ്ടറെ ഗ്രിപ്പേഴ്സാണ് അതിനെ പിടിച്ചോണ്ട് പോകുന്നത്, പോയി പ്രിന്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അതിനുള്ള രജിസ്ട്രേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്നുള്ള 3 രീതിയിലാണ്. 3 ടൈപ്പ് പ്രസ് രജിസ്റ്റർ മെത്തേഡ്സ് ഉണ്ട്. അത് 3 point ഗേറ്റ് സിസ്റ്റം, സിങ്ക് ഫീഡ് സിസ്റ്റം, ഫീഡ് റോൾ സിസ്റ്റം. അതായത് രജിസ്ട്രേഷൻ ബോർഡിൽ കൂടി കടന്നു വരുന്ന പേപ്പർ കറക്റ്റ് പൊസിഷനിൽ ഇംപ്രഷൻ സിലിണ്ടറിലേക്ക് എത്തിക്കുന്നതിനാണ് ഈ 3 രജിസ്റ്റർ മെത്തേഡ്സും ഉപയോഗിക്കുന്നത്. 3 point gate system. In the 3 point gate system, the sheet is forwarded to the front gates, which may be 2 or 4 in number. While the sheet is held against the front gates, a side gating mechanism pushes or pulls the sheet into proper side alignment. പ്രിന്റ് ചെയ്യാനായി കടന്നു വരുന്ന ഷീറ്റിനെ ഫ്രണ്ട് ഗേഡ് കറക്റ്റ് പൊസിഷനിൽ നിർത്തുമ്പം സൈഡ് ഗേഡ് മെക്കാനിസമാണ് പുഷ് ചെയ്തോ പുള്ള് ചെയ്തോ പ്രിന്റ് ചെയ്യാനായി പേപ്പറിനെ കടത്തിവിടുന്നത്. അലൈൻമെന്റ് കറക്റ്റ് ആക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത്. അതായത് 3 point ഗേഡ് സിസ്റ്റം 3 പോയിന്റിൽ ഗൈഡ് ചെയ്യുകയാണ്. പ്രിന്റ് ചെയ്യാൻ വേണ്ട ഷീറ്റിനെ ഗൈഡ് ചെയ്ത് കൊണ്ട് ഇംപ്രഷൻ സിലിണ്ടറിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സ്വിംഗ് ഫീഡ് സിസ്റ്റം. ഈ സിസ്റ്റത്തിൽ ഷീറ്റ് മൂവ് ചെയ്ത് വരുന്ന ഷീറ്റിനെ ഫ്രണ്ട് ഗൈഡ് വന്ന് കറക്റ്റ് ഫ്രണ്ട് വശം കറക്റ്റാക്കി നിർത്തുന്നു, സൈഡ് ഗൈഡ് സൈഡും കറക്റ്റാക്കി നിർത്തുന്നു. അതിനുശേഷം ഈ ഷീറ്റിനെ ക്യാരി ചെയ്ത് നമുക്ക് ചിത്രത്തിൽ കാണാം, ആ മൂവ് ചെയ്യുന്നത് ഒരു സ്വിംഗ് ചെയ്യുന്ന ആംസ് വഴിയാണ് ഇംപ്രഷൻ സിലിണ്ടറിന്റെ ഗ്രിപ്പറിലേക്ക് ഇത് കൊടുക്കുന്നത്. അതിനെയാണ് സിങ്ക് ഫീഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് 90 ഡിഗ്രി ആണ് മൂവ് ചെയ്യുന്നത്. ഫീഡ് റോൾ സിസ്റ്റം കറക്റ്റ് ഹെഡ് സ്റ്റോപ്പിൽ അല്ലെങ്കിൽ ഫ്രണ്ട് സ്റ്റോപ്പിൽ വന്ന് നിൽക്കുന്ന ഷീറ്റിനെ ഇംപ്രഷൻ സിലിണ്ടറിലേക്ക് കറക്റ്റായി കടത്തിവിടാനാണ് ഫീഡ് റോൾ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇത് അപ്പർ ആൻഡ് ലോവർ ഫീഡ് റോൾസ് ആണ്. ഇത് കറക്റ്റ് ഇതിനെ പൊസിഷൻ ചെയ്ത് ഇംപ്രഷൻ സിലിണ്ടറിലേക്ക് കടത്തിവിടുന്നു.